അല്ല അസ്സലാമലൈക്കും മക്കളെ. നമ്മള് മാത്രല്ല ഒന്ന് വന്നിക്കണേ. നമ്മളെ കോയല്ലേ, മറിവായ കോയ, ഓനോട് വന്നിട്ടുണ്ട്. ഓനെ കോയ ഓനെ സംസാരിച്ച് അന്നെ തന്നെ ആൾക്കാരോട് വന്നിക്കണേ. ആൾക്കാർക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ സമയമില്ല. അതൊക്കെ വടക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഈ ബംഗാളികൾക്ക് മലയാളി പെണ്ണുങ്ങളോട് ഒരു ഇത് തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊന്ന് ചിരിച്ച് കാണിച്ചപ്പോ ഓളൊന്ന് ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. ഇത് ആരോടും പറയണ്ട. നമ്മളാരോടും പറയല മോനെ. രച്ച് മാത്രല്ല നമ്മളെ സുധീർ പോലും വന്നിക്കണു. ആ മോനെ അല്ല ഉണ്ടാവാതിരിക്കണേ, അന്നെ കാത്തു വിളിക്കണേ. അപ്പൊ നമ്മുടെ എല്ലാ അർത്ഥത്തിലും ആവോളം നമ്മളിങ്ങനെ ഒരു ചെറിയൊരു സംഗമം കൂടിയേക്കാണ്. അപ്പൊ ഈ നമ്മുടെ എല്ലാ കലാകാരന്മാരും നമ്മുടെ ഇതിനകത്തുണ്ട്. അപ്പൊ എന്താ പറയാ, വളരെ സന്തോഷം. ഓക്കെ, എല്ലാ അർത്ഥത്തിലാവണം. ഓട്ടമോനെ ഓ മാത്രല്ലോ നമ്മൾ അങ്ങനെ ഇരിക്കാല്ലേ. കള്ള നമുക്ക് വന്ന് പറഞ്ഞ അല്ല അണ്ണ കൊള്ളായിരുന്നു കാട്ട തിന്ന ബിരിയാണിയുടെ ഇപ്പോഴും ഓമനെ എന്തിനാണ് കാണാനായി. ഓമനെ ഓ മാത്രാട്ടോ നമ്മളെ ശ്രദ്ധിക്ക് ഓനെ ശ്രദ്ധിക്ക്. ഓമനെ അള്ള വരുന്നുണ്ടല്ലേ അള്ള മാറ്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡിൽ ഇത്രയും പേരുടെ കൂടെ ഇങ്ങനെ എന്ന് കാര്യം പറയുക, അല്ലെങ്കിൽ ഇത്ര നടന്മാരുടെ കൂടെ. ഒരുപാട് സന്തോഷം. എനിക്ക് വീണ്ടും നല്ലൊരു വേഷം ഇവരോട് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. മോനെ നമ്മക്കും സന്തോഷം. അന്നെ കാണാൻ പറ്റിയല്ലോ. പിന്നെ നമ്മള് നിർമ്മൽപ്പാലായി മോനെ. ആ മോനെ അള്ളാ എന്താണ് അമ്മേ നമുക്ക് അങ്ങനെ പറയുമ്പോ മനസ്സിന്റെ ഓരോരോ പറഞ്ഞ മോനെ നല്ല സമാധാനം. നമ്മളെ നേരത്തായാലോ നമുക്ക് നമ്മള് എത്ര അക്കരപ്പെട്ട് പോണത് പഠിച്ചോനെ. അന്നേറ്റ് നമ്മള് വർത്താനം പറയാൻ നിൽക്കൂല മോനെ. കിഴക്കര നായി നമുക്ക് ഏതായാലും നമ്മളെ പഠിച്ചോനെ എന്ത് പറഞ്ഞോ പോയത് കാരണം നമുക്ക് മാറി. ഏതായാലും നമുക്ക് നമ്മളെ ലാൽ ജോസ് ഉണ്ട്, നമ്മളെ സംവിധാനം. നമ്മളെ സിനിമയ്ക്ക് എടുക്കാൻ വന്ന നമുക്ക് മോനെ ലാൽ ജോസെ എന്തായാലും പറഞ്ഞ നമ്മളെ സിനിമയ്ക്ക് എടുക്കേണ്ട കാര്യം പറഞ്ഞ. അതിപ്പോ മലയാള സിനിമയില് ഇതൊരു സാധാരണ സംഭവമല്ല. നമ്മള് പലതരത്തിലുള്ള സിനിമകൾ ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനൊരു വർഷം ആദ്യമായിട്ടാണ്. അപ്പൊ ഇവിടെ എല്ലാവരും കാണാൻ സാധിച്ചതില് വളരെയധികം സന്തോഷം. നമസ്കാരം.